ശബരിമലയിലെ സ്വർണ്ണപ്പാളി കാണാതായ സംഭവം നിയമസഭ ചർച്ച ചെയ്യില്ല. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് സ്പീക്കർ പ്രതിഷേധിച്ച് സഭ വിട്ടിറങ്ങി പ്രതിപക്ഷം. സഭയിൽ നിന്നും എസ് ശാലിനി ചേരുന്നു. ശാലിനി, ശബരിമലയിലെ സ്വർണ്ണപ്പാളി കാണാതായ സംഭവം നിയമസഭ ചർച്ച ചെയ്തില്ല. പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് അനുമതി ചോദിച്ചെങ്കിലും സ്പീക്കർ അത് നിഷേധിക്കുകയായിരുന്നു. എന്തായാലും കടുത്ത പ്രതിരോധത്തിൽ സർക്കാർ ആകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണോ ചർച്ചയ്ക്കെടുക്കാത്തത്? രോഹിണി, തീർച്ചയായും അത് തന്നെയാണ്. ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ പമ്പയിൽ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഈ ഒരു വിഷയം, ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ സ്വർണത്തിലുണ്ടായ നഷ്ടം, ഒപ്പം തന്നെ അത് കാണാതെ പോയ സംഭവം അടക്കം വിശദമായി ചർച്ച ചെയ്യണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം സഭയിൽ കൊണ്ടുവന്നത്. അടിയന്തര പ്രമേയ നോട്ടീസായി ഉപക്ഷേപം നൽകിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആണ്. പക്ഷേ ആ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിക്കുകയായിരുന്നു സ്പീക്കർ AN ഷംസീർ. ശ്രീകോവിലിലെ ശില്പം പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അനുമതിയില്ലാതെ കൊണ്ടുപോയതും, ഒപ്പം തന്നെ സ്വർണ്ണപ്പാളിയുടെ തൂക്കം 4 കിലോയോളം കുറഞ്ഞു എന്ന് കണ്ടെത്തിയതും വിശ്വാസ സമൂഹത്തിൽ കടുത്ത ആശങ്കയുണ്ടാക്കിയെന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയത്. ഇത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കണമെന്നും അത് ചർച്ച നടത്തണമെന്നും ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. പക്ഷേ സ്പീക്കർ അടിയന്തര പ്രമേയം അനുവദിക്കാതിരിക്കുകയായിരുന്നു. വിഷയം കേരള ഹൈക്കോടതിയുടെ സജീവ പരിഗണനയിലാണെന്നും നോട്ടീസ് പരിഗണിക്കാനാകില്ല എന്നുമായിരുന്നു സ്പീക്കർ പറയുകയും ചെയ്തത്. പക്ഷേ ഇതിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. പ്രതിപക്ഷം പിന്നീട് സഭയിൽ നിന്ന് വാക്കൌട്ട് നടത്തുകയും ചെയ്തു. കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങളിൽ മുൻപ് അടിയന്തര പ്രമേയ നോട്ടീസ് വന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്നാൽ പ്രതിപക്ഷത്തിന് കൊതിക്കറുവെന്നാണ് MP രാജേഷ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. അയ്യപ്പ സംഗമം കലക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും അത് നടന്നില്ലെന്നും അതിന്റെ അതൃപ്തിയാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നതെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. കോടതിയിലിരിക്കുന്ന കാര്യം മനഃപൂർവ്വം കൊണ്ടുവന്ന് ബഹളമുണ്ടാക്കുകയാണെന്നും MP രാജേഷ് സഭയിൽ പറയുകയും ചെയ്തു. കേസ് ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കാൻ വരുമെന്നും അന്നത് ചർച്ച ചെയ്തെങ്കിൽ കഴിഞ്ഞ 3 ദിവസത്തേക്കാൾ പരിഹാസ്യരായി പ്രതിപക്ഷത്തിന് ഇറങ്ങിപ്പോകേണ്ടി വന്നേനെന്നും T രാജീവും പ്രതിപക്ഷത്തെ പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും ശബരിമലയുടെ സർക്കാർ അവഗണന തുടരുകയാണെന്നും ഇക്കാര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുമായിരുന്നു പ്രതിപക്ഷ ആവശ്യം. എന്തായാലും ഇത് അംഗീകരിക്കാത്തത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിലയിരുത്തുന്നതും അത്തരത്തിൽ തന്നെയാണ്. കാരണം വിശദമായി ചർച്ച ചെയ്യുകയാണെങ്കിൽ ഭരണപക്ഷം എന്താണ് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്, ഒപ്പം തന്നെ എന്താണ് ഈ വിഷയത്തിലെ സർക്കാർ നിലപാട്, ഈ കുറ്റക്കാർക്കെതിരെ എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്, അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംരക്ഷണം സർക്കാർ നൽകിയിട്ടുണ്ടോ, ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്താണ്, കോടതിയിൽ ദേവസ്വം ബോർഡ് അടക്കം രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്ന സാഹചര്യം എന്താണ്, ഇതൊക്കെ ഒരു പക്ഷേ ഭരണപക്ഷത്തിന് പറയേണ്ടി വരും, ദേവസ്വം മന്ത്രിക്ക് പറയേണ്ടി വരും. എന്തായാലും ദേവസ്വം മന്ത്രി അടക്കം ഇരിക്കെയാണ് ഇതിന് അനുമതി നിഷേധിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും സർക്കാർ മുഖം രക്ഷിക്കുന്നതിന് എന്നോണമാണ് ഈ ഒരു അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി ഇപ്പോൾ നിയമസഭയിൽ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. സഭയിൽ പ്രതിപക്ഷം ഇറങ്ങിപ്പോവുകയും ചെയ്തിട്ടുള്ളത്. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.